നമസ്കാരം. പ്രധാന വാർത്തകൾ. സമയപരിധി അവസാനിച്ചു. ഇന്ത്യ വിടാത്ത പാക് പൗരന്മാരെ കാത്തിരിക്കുന്നത് കനത്ത ശിക്ഷ. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം വിടാൻ അന്ത്യശാസനം ലഭിച്ചിട്ടും മടങ്ങാത്ത പാകിസ്ഥാൻ സ്വദേശികളെ കാത്തിരിക്കുന്നത് കനത്ത നടപടി. രാജ്യത്ത് തുടരുന്നവർ 3 വർഷം തടവോ 3 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും. നിലവിൽ 9 നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കം 537 പാകിസ്ഥാനികൾ അഡാരി അതിർത്തി വഴി ഇന്ത്യ വിട്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇനിയും പാക് സ്വദേശികൾ കേരളമടക്കം സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നുണ്ട്. തമിഴ്നാട് മന്ത്രിസഭയിൽ അഴിച്ചുപണി. സെന്തിൽ ബാലാജിയും കെ പൊന്മുടിയും പുറത്ത്. വിശ്വസ്തനായ സെന്തിൽ ബാലാജിയെയും അശ്ലീല പരാമർശത്തിലൂടെ വിവാദത്തിലായ കെ പൊന്മുടിയെയും ഒഴിവാക്കി തമിഴ്നാട്ടിലെ സ്റ്റാലിൻ മന്ത്രിസഭയിൽ അഴിച്ചുപണി. മന്ത്രിസ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ കള്ളപ്പണക്കേസിലെ ജാമ്യം റദ്ദാക്കുമെന്ന് സുപ്രീം കോടതി അന്ത്യശാസനം നൽകിയതോടെയാണ് ബാലാജിയെ കൈവിടാൻ സ്റ്റാലിൻ നിർബന്ധിതനായത്. ബാലാജിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് നടപടി. കോയമ്പത്തൂരിൽ ഉദയനിധി സ്റ്റാലിൻ മുഖ്യാതിഥിയും സെന്തിൽ ബാലാജി അധ്യക്ഷനുമായ സർക്കാർ പരിപാടി പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. സ്ത്രീകളെയും ഹൈന്ദവ വിശ്വാസികളെയും കുറിച്ചുള്ള അശ്ലീല പരാമർശങ്ങളിൽ പൊന്മുടിക്കെതിരെ കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. ബാലാജിയുടെ വൈദ്യുതി, എക്സൈസ് വകുപ്പുകളും പൊന്മുടിയുടെ വനം വകുപ്പും 3 മന്ത്രിമാർക്കായി വീതം വെച്ച് നൽകി. കന്യാകുമാരിയിലെ പത്മനാഭപുരത്തു നിന്നുള്ള MLA മനോജ് തങ്കരാജിനെ 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മന്ത്രിസഭയിലേക്ക് തിരിച്ചു വിളിച്ചു. നാളെ വൈകിട്ട് തങ്കരാജിന്റെ സത്യപ്രതിജ്ഞ നടക്കും. 30 കിലോ കഞ്ചാവുമായി യുവതി ഉൾപ്പെടെ 3 പേർ പോലീസ് പിടിയിൽ. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് 3 പേരും. 30 കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് ഗോഷ്പാറ സ്വദേശി സുഹേൽ റാണ മണ്ഡൽ, മുർഷിദാബാദ് ജാലങ്കി സ്വദേശി അലൻഗിൽ ഷെയ്ഖ്, മുർഷിദാബാദ് ജാലങ്കി സ്വദേശിനി ഹസീന ഖാട്ടൂൺ എന്നിവരാണ് പോലീസ് പിടിയിലായത്. റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും മൂവാറ്റുപുഴ പോലീസും ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത്. 27 പാക്കറ്റുകളായി സൂക്ഷിച്ച 30 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ഒഡീഷയിൽ നിന്ന് 2000 രൂപയ്ക്ക് കഞ്ചാവ് വാങ്ങി എറണാകുളത്ത് അത് 20,000 രൂപയ്ക്കാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. കഞ്ചാവുമായി തൃശ്ശൂരിലെത്തിയ ഇവർ ഓട്ടോ മാർഗം മൂവാറ്റുപുഴയിലേക്ക് പോകും വഴിയായിരുന്നു ഡാൻസ് ഓഫ് ടീമും പോലീസും അറസ്റ്റ് ചെയ്യുന്നത്. കഞ്ചാവ് കൊച്ചിയിലെത്തിച്ച മൂവാറ്റുപുഴ, പെരുമ്പാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വിൽപ്പന നടത്തുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവരിൽ നിന്നും സ്ഥിരമായി കഞ്ചാവ് വാങ്ങുന്നവരുടെ വിവരങ്ങളും പോലീസിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരിൽ നിന്ന് ഫോണുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടികൂടി. തടവുകാരായ രഞ്ജിത്ത്, അഖിൽ, ഇബ്രാഹിം ബാദുഷ എന്നിവർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. അടിപിടി കേസുകളിലെ പ്രതികളിൽ നിന്നാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ, എയർപോഡ്, USB കേബിൾ, സിം തുടങ്ങിയവയാണ് കണ്ടെത്തിയത്. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിലാണ് കേസ്. ഇന്ന് ഉച്ചയോടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജയിൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് മൊബൈൽ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ജയിലിനുള്ളിൽ വെച്ച് കണ്ടെടുത്തത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് പിന്തുണയുമായി ചൈന. പാകിസ്ഥാന്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിക്ക് ചൈനീസ് വിദേശകാര്യമന്ത്രി ഉറപ്പു നൽകി. ഇരുവരും ഫോണിൽ സംസാരിച്ചു. പഹൽഗാം ആക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നതായും ചൈന അറിയിച്ചു. അതേസമയം ഇന്ത്യക്ക് നേരെ പ്രകോപനവും ഭീഷണിയും തുടർന്ന് പാകിസ്ഥാൻ 130 ആണവായുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുമെന്നും വെള്ളം കൂടി മുട്ടിച്ചാൽ യുദ്ധമെന്നുമാണ് പാക് റെയിൽവേ മന്ത്രി ഹനീഫ് അബ്ബാസിയുടെ ഭീഷണി. നിയന്ത്രണ രേഖയിലെ പാക് വെടിവെപ്പിന് ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചടി നൽകി. അതിർത്തി കടന്നെന്ന് ആരോപിച്ച് പിടികൂടിയ BSF ജവാനെ വിട്ടയക്കാൻ പാക് സേന ഇതുവരെ തയ്യാറായില്ല.